Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഫോർമുലാസ് ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ഫോർമുലാസ് 32 ഉണ്ട് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഫോർത്ത് വൺ മിനിക്കേഷൻ എറേഴ്സ് റേഞ്ച് കേട്ടോ. അത് നോക്കാം, കൂടുതലും അത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, എന്നാൽ അതൊക്കെ ഒന്ന് നോക്കണം. കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് 1ഉം 4ഉം കേട്ടോ, ഫസ്റ്റ് പേജിൽ. ഓക്കെ ആണോ? ഇത്ര വരെ ഡൗട്ട് ഒന്നുമില്ല? Ma'am, important കൂടി പറയൂ. Important one, the time taken for initial assessment. The time taken for initial assessment. And fourth one, medication errors rate. Okay, ma'am. Okay. Fifth വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇനി സിക്സ്ത് അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ ആണോ? ഓക്കെ. ഫസ്റ്റ് പേജിൽ 2 മാത്രം ഇമ്പോർട്ടന്റ് ഉള്ളൂ കേട്ടോ. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് പേജ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത പേജിൽ എടുക്കുമ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. എക്സാം അറിയില്ല, ഈ മന്ത് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് എക്സാം പോർഷൻസ് എടുക്കാനുള്ളത് എടുത്ത് തീർക്കും. ചിലപ്പോ ഏപ്രിലൊക്കെ ആയിരിക്കാം എക്സാം എഴുതുന്നത് കേട്ടോ. ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ, കുറച്ചുകൂടി എടുക്കാനില്ലേ. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് എടുക്കാനുണ്ട്, അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവിങ് അല്ലെ, അത് എടുത്തോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ആണോ? ആ 2 ചാപ്റ്റേഴ്സ് ആണോ തീർക്കാനുള്ളത്? എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ? പുറത്തും കൂടി ഉള്ള ഇല്ല, ആരൊന്നും ഉണ്ടെന്നില്ലല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സിക്സ്ത് ഫോർമുലയാണ് നോക്കാൻ പോകുന്നത്. Percentage of inpatient developing adverse during reaction. Sorry, drug reaction. No, adverse drug reaction. Adverse drug reaction is a response to a drug which is toxic and unintended and which happens at dose normally used in man for prophylaxis, diagnosis or therapy of disease or for the modification of physiologic functions. എന്താ പറയുന്നത് ഇവിടെ? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് പ്രതികൂലമായ മരുന്ന് പ്രതികരണം. പ്രതികൂലമായ മരുന്ന് പ്രതികരണം.
ഓക്കെ, ഇതിനർത്ഥം എന്താണ്? പ്രതികൂലമായ മരുന്ന് പ്രതികരണം എന്നാണ്. ഇതുകൂടി ക്ലിയർ ആക്കി തരാം. ഇവിടെ പ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞാല് രോഗനിവാരണം. പ്രൊഫിലാക്സിസ് മീൻസ് രോഗനിവാരണം. ഡയഗ്നോസിസ് അറിയാലോ? ഡയഗ്നോസിസ് എന്താ? എന്താ ഡയഗ്നോസിസ്? രോഗനിർണയം. രോഗനിർണയം. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? രോഗനിവാരണത്തിനോ, പ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗനിവാരണം. രോഗനിവാരണത്തിനോ രോഗനിർണയത്തിനോ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിക്കോ, ഓക്കെ, 3 കാര്യങ്ങൾ മനസ്സിലായോ? രോഗനിവാരണത്തിനോ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിക്കോ ശാരീരിക പ്രവർത്തനങ്ങളില് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ നോർമൽ ആയിട്ട് കൊടുക്കുന്നതാവാം. എന്ത്? മരുന്നുകൾ അല്ലെ? അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന മരുന്നില്, അവർക്ക് മരുന്ന് കൊടുക്കുമ്പോ എന്തെങ്കിലും റിയാക്ഷൻ, ബോഡിയിൽ നിന്ന് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില രോഗികൾക്ക് മരുന്നൊക്കെ കൊടുക്കുമ്പോ റിയാക്ഷൻ അല്ലെ? അതെന്താണ്? അലർജി, എന്തെങ്കിലും തടിപ്പുകളോ ചൊറിച്ചിലോ ഒക്കെ വരാറില്ലേ? ഇല്ലേ? അലർജി ഒക്കെ സംഭവിക്കാറുണ്ടല്ലേ ഇങ്ങനെ ചിലർക്ക് മരുന്നൊക്കെ കൊടുക്കുമ്പോ? അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഇവിടെ പറയുന്നത് രോഗനിവാരണത്തിനോ രോഗനിർണയത്തിനോ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിക്കോ ശാരീരിക പ്രവർത്തനങ്ങളില് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയോ നോർമൽ ആയിട്ട് ഈ മരുന്നുകൾ ഇവര് കൊടുക്കുന്നതാവാം. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബോഡി, ആ ഇൻപേഷ്യൻസിന്റെ ബോഡി അതെന്താണ്? അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ മരുന്ന് ആക്സെപ്റ്റ് ചെയ്യാതെ ടോക്സിക് ആണെന്ന് വിചാരിച്ചുകൊണ്ട്, അത് വിഷാംശമാണെന്ന് വിചാരിച്ചുകൊണ്ട്, ടോക്സിക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നു. അങ്ങനെയാണ് അലർജികളൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ചിലപ്പോ തടിച്ചു പൊന്താം, ചൊറിച്ചിൽ സംഭവിക്കാം, ചിലർക്ക് ഛർദി സംഭവിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? ഇങ്ങനെയുള്ള മരുന്നുകള് ചില പേഷ്യൻസിൽ കൊടുക്കുമ്പോ അവരുടെ ബോഡിയില് അത് ടോക്സിക് ആണെന്ന് വിചാരിച്ചു, അവരുടെ ബോഡി ഇത് ടോക്സിക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെതിരെ, ആ മരുന്നുകളെ ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ പ്രതികരിക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? അങ്ങനെയുള്ളവരുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓക്കെ, കാര്യം എന്താണെന്ന് പിടികിട്ടിയോ? ഓക്കെ, ഇനി പെർസെന്റേജ് അതിന്റെ ഫോർമുല നോക്കിയേ. എങ്ങനെയാണ് പെർസെന്റേജ് കണക്കാക്കുന്നത്? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഇങ്ങനെ ഡ്രഗ് റിയാക്ഷൻസ് വരുന്നതിന്റെ ഇൻപേഷ്യൻസില്, അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസില് എത്ര പേർക്കാണ് ഇങ്ങനെ മരുന്നുകൾ കൊടുക്കുമ്പോ ഡ്രഗ് റിയാക്ഷൻ സംഭവിക്കുന്നത്? അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 100. ഓക്കെ, ഫോർമുല മനസ്സിലായ? എന്താണ്? ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായ ഇൻപേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള എത്ര പേഷ്യൻസ് ആണോ ഉള്ളത് അവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 100. കിട്ടിയോ ഫോർമുല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഫോർമുലയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണെങ്കിൽ കമന്റ് ഇടാട്ടോ, വായിച്ചു കഴിഞ്ഞെങ്കിൽ. ക്ലിയർ ആണ്, എക്സ്പ്ലനേഷൻ ക്ലിയർ ആണ്, ഫോർമുല ക്ലിയർ ആണെങ്കിൽ ഓക്കെ. ഒരാൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ആരെങ്കിലും
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ മിസ്. ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റിലേക്ക് പോകണേ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ. പിന്നേക്ക് വെക്കരുത്. ഫോർമുലയാണ്, ഒന്നുകൂടി പറയണേണ്, ഫോർമുലയാണ്, നിർബന്ധമായി പഠിക്കേണ്ടതാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അതെ. അപ്പൊ പറഞ്ഞപ്പോ എന്താ ഒരാള് അല്ലെ, ഓക്കെ, നാണക്കേടോ മിസ് എന്ത് വിചാരിക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സ് എന്ത് വിചാരിക്കുന്നൊന്നും വിചാരിക്കേ വേണ്ട. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ്, നമ്മൾ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കാറുണ്ടല്ലേ പേഷ്യൻസിനെ. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഇൻ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ചിലപ്പോ രോഗനിവാരണത്തിനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കണ്ടുപിടിക്കുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ എന്താണ് ഈ ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നോർമലായിട്ട് ചിലപ്പോ ചില ആളുകൾക്ക് മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗം നിർണ്ണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നുകൾ ഇവർക്ക് നമ്മൾ കൊടുക്കാറില്ലേ അല്ലെ? നഴ്സുമാരായാലും ഡോക്ടർമാരായാലും മരുന്നുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ആ മരുന്നുകൾ കൊടുക്കുമ്പോ ഇവരുടെ ബോഡിയിലേക്ക് ആ മരുന്നുകൾ പോകുമ്പോ ഈ ബോഡി എന്താണ് റിയാക്ട് ചെയ്യുന്നത്? ബോഡിയിലേക്ക് വരുന്ന ഈ മരുന്നുകള് ടോക്സിക് വിഷാംശമാണെന്ന് തെറ്റിദ്ധരിച്ച് ശരീരം അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ, ആ മരുന്ന് ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ റിയാക്ട് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഈ അലർജി സംഭവിക്കുന്നത്. അലർജി, ചില ആളുകൾക്ക് ചൊറിച്ചില് വരാം, ദേഹമൊക്കെ തടിച്ചു പൊന്താം, അതുപോലെ ഛർദി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ ഡ്രഗ് റിയാക്ഷൻ ആണ്. ഓക്കെ, മരുന്നുകൾ കൊടുക്കുമ്പോൾ ആ ശരീരം അത് ടോക്സിക് ആണെന്ന് വിചാരിച്ച് ശരീരം അതിനെതിരെയായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഇങ്ങനെയുള്ള റിയാക്ഷൻസ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വരുന്നതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. അഡ്മിറ്റ് ആയി രോഗികള് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവർക്ക് മരുന്നുകൾ കൊടുക്കുമ്പോ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. ഇത്രയും കിട്ടിയാ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി ഫോർമുല നോക്കിയേ നിങ്ങള്. number of inpatients developing adverse drug reaction. എന്താണ്? ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞില്ലേ അലർജി, അപ്പൊ ഒന്ന് മനസ്സിലേക്ക് ഓർക്കാം. അലർജി വരുന്നത് ചിലപ്പോ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്തിട്ട് ചില ആളുകൾക്ക് ചൊറിച്ചില് വരാം, ദേഹമൊക്കെ തടിച്ചു പൊന്താം, ചുണ്ടൊക്കെ ഇങ്ങനെ വീർത്ത് വരാം അലർജിയൊക്കെ സംഭവിക്കുമ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് പെർസെന്റേജ്, ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള എത്ര ഇൻപേഷ്യൻസിന് സംഭവിക്കുന്നുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള അവരുടെ ടോട്ടൽ എണ്ണം, അതേ ഇൻറ്റു 100 ചെയ്യുമ്പോ നമുക്ക് റേറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലായ? ടോട്ടൽ ഇൻപേഷ്യൻസിൽ നിന്ന് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായി, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് ഫോർമുല എന്താണ് എഴുതേണ്ടത്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. മരുന്നുകൾ കൊടുക്കുമ്പോ അവിടെയുള്ള ടോട്ടൽ ഇൻപേഷ്യൻസിൽ നിന്ന് എത്ര പേർക്ക് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ടോട്ടൽ ഇൻപേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർമുലയാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാം. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. എന്താണ്? OT-യിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചുവരവ്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വരുന്ന തിരിച്ചുവരവ്, രോഗികളെ തിരിച്ചു കൊണ്ടുവരാം, പ്ലാൻ ചെയ്യാതെ
എത്ര പേരെയാണ് അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത് അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. നോക്കിയേ, unplanned return to the OT is defined as any secondary procedure needed for a communication that results directly from the index operations during the same admission. For example, post-operative bleeding, debridement, secondary suturing, embolectomy, evaluation under anesthesia. ഇന്ന കാരണങ്ങളായിരിക്കാം ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇന്ത്യൻ രോഗികളെ കൊണ്ടുവരുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടില്ലേ, എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സർജറി കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ മിസ് പറയാം അപ്പൊ ക്ലിയർ ആവുന്നത്. ഒരു രോഗിയെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വിധേയമാക്കി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തെ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ റൂമിലേക്ക് മാറ്റി. പിന്നെയും എന്താണ്, അദ്ദേഹത്തിന് ഒരു കോംപ്ലിക്കേഷൻ വന്നു. അങ്ങനെ കോംപ്ലിക്കേഷൻ വന്നതിന്റെ പേരിൽ പിന്നെയും സെക്കൻഡറി പ്രൊസീജിയറിന് വേണ്ടി പിന്നെയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ആ റേറ്റ് ആണ് കണക്കാക്കുന്നത്. ആദ്യം നമ്മൾ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ഓപ്പറേഷന് വിധേയമാക്കി, പിന്നെ അദ്ദേഹത്തെ വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്തു. പിന്നെയും അദ്ദേഹത്തിന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോ എന്താണ് കോംപ്ലിക്കേഷൻ ഉണ്ടായി. അപ്പോ എന്ത് ചെയ്തു, പിന്നെയും സെക്കൻഡറി പ്രൊസീജിയറിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ എന്താണ്, അൺപ്ലാൻഡ് ആയിട്ടുള്ള അല്ലെ, പ്ലാൻ ചെയ്യാതെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്, ഡീബ്രീഡിമെന്റ് എന്ന് പറഞ്ഞാല് അൺഹെൽത്തി ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിനെയാണ് ഡീബ്രീഡിമെന്റ് എന്ന് പറയുന്നത്. അൺഹെൽത്തി ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അറിയാത്തവർ എഴുതി വെക്കാട്ടോ. ഡീബ്രീഡിമെന്റ് എന്ന് പറഞ്ഞാല് അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. അപ്പൊ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ രണ്ടാമതും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി സ്വിച്ചറിംഗ്, എംബോക്ടോമി. എന്താണ് സ്വിച്ചറിംഗ്? സെക്കൻഡറി സ്വിച്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മുറിവുണ്ടാവും അല്ലെ, ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ഇടാറുണ്ട്. സ്റ്റിച്ചിട്ട് കഴിഞ്ഞ് അത് ചിലപ്പോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എന്താണ് പഴുക്ക അല്ലെങ്കിൽ പഴുപ്പ് കയറാം, സ്റ്റിച്ച് പൊട്ടാം, അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങള് സ്റ്റിച്ച് പൊട്ടാം, പഴുപ്പ് കയറാം, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എംബോലോക്ടമി എന്ന് പറഞ്ഞാല് ബ്ലഡ് വെസൽസിൽ, എഴുതിയെടുത്തോളൂ കേട്ടോ, ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമ്പോ, ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കുമ്പോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ. ബ്ലഡ് വെസൽസ് എന്താ പഠിച്ചിട്ടില്ലേ റേഡിയോളജിയിലൊക്കെ? ബ്ലഡ് വെസൽസ് എംബോലോക്ടമി എന്ന് പറഞ്ഞാലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, EMBOLECTOMY, എംബോലോക്ടമി. രക്തക്കുഴലുകൾ കേട്ടോ. ഓക്കെ, ഇത് PDF ഉള്ളത് കൊണ്ടാണ് ഇത് ടൈപ്പ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, എംബോലോക്ടമി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് വെസൽസിൽ ഒന്നും ഞാൻ പറയാട്ടോ, ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാല് അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുക്കുമ്പോ അല്ലെ, ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് അത് വിലയിരുത്താനായിട്ടും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് ആ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞ് ആ പേഷ്യന്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് സംഭവിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മള് അൺപ്ലാൻഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ് അല്ലെ, ബുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യാതെ വരുന്ന
തിരിച്ചുവരവാണ്. അപ്പൊ അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് പഠിച്ചത് നമ്മള്? പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്, ഡീബ്രീഡിമെന്റ്. ഡീബ്രീഡിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അൺഹെൽത്തി എന്താണ്? നമ്മുടെ ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ, കലകള്, കോശങ്ങൾ, ഇതൊക്കെ എന്താണ് ചിലപ്പോ അതൊക്കെ എന്താണ് റിപ്പയേഴ്സ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രൊസീജിയർ. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ച് പൊട്ടാം, സ്റ്റിച്ചിൽ പഴുപ്പ് കയറാം, സെക്കൻഡറി സ്റ്റിച്ചറിങ്, സ്റ്റിച്ച് പൊട്ടാം, സ്റ്റിച്ചിൽ പഴുപ്പ് കയറാം. അതുപോലെ എംബലോക്ടമി എന്ന് പറഞ്ഞാല് ബ്ലഡ് വെസൽസില് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ, ഇനിയാണ് എംബലോക്ടമി എന്ന് പറയുന്നത്. അതുപോലെ അനസ്തേഷ്യ, നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ പേഷ്യന്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്താണ് തിരികെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അൺപ്ലാൻഡ് ആവാതെയാണല്ലേ ഓരോ കാര്യങ്ങളും ഓരോ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു റേറ്റ് ആണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? 7th പോയിന്റ് പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അതിന്റെ ഫോർമുല ഒന്ന് നോക്കിയേ. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ OT. സർജറിക്ക് വിധേയമായവരുടെ ടോട്ടൽ എണ്ണം അല്ലെ. കുറെ പേര് സർജറി കഴിഞ്ഞവരുണ്ടാവാം, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. സ്റ്റിച്ച് പൊട്ടാം, അല്ലെങ്കിൽ പഴുപ്പ് കയറാം, അല്ലെ, കോംപ്ലിക്കേഷൻ ഉണ്ടാവാം, എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. അപ്പൊ അതില് ഓപ്പറേഷന് വിധേയമായവരില് കുറച്ചു പേർക്ക് ഇങ്ങനെ സംഭവിക്കാം. ഓക്കെ, അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ, അതിന്റെ പെർസെന്റേജ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ സർജറിക്ക് വിധേയമായവരുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ക്ലിയർ ആയോ? 7th one ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് 8th one. ഡീബ്രിക്കൻറ്റ് എന്ന് പറഞ്ഞാല് അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ. അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, ഇനി 8th one നോക്കിയേ. Percentage of surgeries were the organization's procedures to prevent adverse events like wrong site, wrong patient, and wrong surgery have been adhered to. എന്താണ്? ചിലപ്പോ ചില സർജറി ഒക്കെ നടക്കുമ്പോ ചില പേപ്പർ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്, എന്താണ് സർജറി മാറിപ്പോവാ, ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്യാം, റൈറ്റ് ലെഗിൽ ചെയ്യേണ്ടത് എന്താണ് ലെഫ്റ്റ് ലെഗിൽ ചെയ്യാം. ചിലപ്പോ പേഷ്യന്റിന് സർജറി ചെയ്യേണ്ട പേഷ്യന്റിന് മാറിപ്പോവാം, ഇല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, ഇല്ലേ? അങ്ങനെ സംഭവിക്കാം. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെ? സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസിന്റെ മാറിപ്പോണ കേസുകൾ ഉണ്ടാവാറുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്യാം, അതുപോലെ ലെഫ്റ്റ് ലെഗിൽ ചെയ്യേണ്ടത് റൈറ്റ് ലെഗിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ പേഷ്യൻസിനെ മാറിപ്പോവാം, സർജറിക്ക് വിധേയമാക്കിയ പേഷ്യന്റ് ചിലപ്പോ വേറെ പേഷ്യന്റിനെ സർജറി ചെയ്യാം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്.
അങ്ങനെ വരുന്ന പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിക്കോളൂ. നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed divided by number of surgeries performed into 100. എന്താണ് ഇവിടെ എന്താണ് തെറ്റായിട്ടുള്ള അല്ലെ? നമ്പർ ഓഫ് സർജറീസ് where the procedure was followed. തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയ സർജറികളുടെ എണ്ണം. ഓക്കെ, നമ്പർ ഓഫ് സർജറീസ് where the procedure was followed. തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയ സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര സർജറി അവിടെ പ്രൊസീജിയർ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സർജറീസും കുറെ സർജറീസ് ഉണ്ടാവും അല്ലെ? എല്ലാതും അങ്ങനെ മാറിപ്പോണമെന്നില്ല അല്ലെ? കുറച്ചെണ്ണം മാറിപ്പോളൂ. എല്ലാതും അങ്ങനെ മാറിപ്പോ ഇല്ല, സംഭവിക്കില്ല. അപ്പൊ അവിടെ പെർഫോം ചെയ്തിട്ടുള്ള ടോട്ടൽ സർജറിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് തെറ്റായിട്ടുള്ള സർജറീസ് നടക്കാം. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? നമ്പർ ഓഫ് സർജറീസ് where the procedure was followed. തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയ സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ എത്ര സർജറീസ് പെർഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ 8th and 7th. 8th and 7th ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളും ഓക്കെയാണ്, ഡൗട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ആണ് 9th one. Percentage of transfusion reaction. Any hostile reaction to the transfusion of blood or blood components should be considered as transfusion reaction. It may range from a mild allergic reaction to life-threatening complications such as Charlie and graft versus
host diseases. അപ്പൊ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? എന്താണ്? ഡോണറിൽ നിന്ന് രക്തം അല്ലെ, രക്തപകർച്ച. ഓക്കെ, ഡോണറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസിപ്പിയൻ ബോഡിയിലേക്ക്. ബ്ലഡ് ബാങ്കിൽ പഠിച്ചിട്ടില്ലേ നിങ്ങള് ട്രാൻസ്ഫ്യൂഷൻ? റെസിപ്പിയൻ ബോഡിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ, ഓർമ്മയില്ല? അതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഡോണർ ടു റെസിപ്പിയന്റ്, ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ബ്ലഡുകള് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോ അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? എന്ത് സംഭവിക്കും? റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡുകള് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോ സ്വീകരിക്കുന്ന ആളിലേക്ക് അനുയോജ്യമല്ലാത്ത ബ്ലഡ് ആണ് കയറ്റുന്നതെങ്കിൽ അയാൾക്ക് റിയാക്ഷൻ, പലതരത്തിലുള്ള റിയാക്ഷൻസ് സംഭവിക്കാം. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻ ഇൻക്ലൂഡിംഗ് റിവേഴ്സ് അല്ലെ. എന്താണ് മൈൽഡ് അലർജിറ്റിക് റിയാക്ഷൻസ് സംഭവിക്കാം. ഇങ്ങനെ അനുയോജ്യമല്ലാത്ത ബ്ലഡുകൾ കയറ്റുമ്പോ, ആദ്യം കയറ്റുമ്പോൾ ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്യും, അതിനുശേഷം ചിലപ്പോൾ വിറയലാകാം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ എന്താണ് ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ടാലി എന്ന് പറഞ്ഞാല് എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute lung injury. Transfusion related acute lung injury. എന്താണ് ടാലി എന്ന് പറഞ്ഞാല്? ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ടൈപ്പ് ചെയ്യാം. ട്രാൻസ്ഫ്യൂഷൻ ഒന്നുകൂടി പറയാം കേട്ടോ. ടാലി എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫ്യൂഷൻ related acute lung injury. Capital letter എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തപ്പോ കണ്ടില്ല സ്റ്റുഡൻസ് ഇല്ല കേട്ടോ. ഓക്കെ, TRALI ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ എഴുതാം കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിന് പെട്ടെന്ന് വരുന്ന ഇഞ്ചുറി. ഓക്കെ, അതാണ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറഞ്ഞാല്. ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്ങിന് പെട്ടെന്ന് വരുന്ന ഇഞ്ചുറിയാണ്. എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ കേട്ടോ. ലങ്സില് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ. ഓക്കെ, എഴുതിയെടുത്തോ? പറഞ്ഞ കാര്യങ്ങൾ എഴുതിയോ? ഓക്കെ, ലങ്സില് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ ടാലി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് അല്ലെ, GVHD. GVHD, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്. നിങ്ങൾ ഈ മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയയൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയ, അതിന് വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഈ
ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത് കേട്ടോ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസ്. ഓക്കെ, മറ്റൊരാളുടെ കയ്യിൽ നിന്നും സ്റ്റെം സെൽസ് എടുത്തിട്ടാണല്ലേ, സ്വീകരിച്ചിട്ടാണ് നമ്മള് ഒരാളുടെ മജ്ജയിൽ വെക്കുന്നത് അല്ലെ. ഓക്കെ, മജ്ജ മാറ്റിവെക്കല്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ആരും സ്റ്റെം സെൽസ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ അല്ല, നമ്മുടെ ബോഡിയുടെ അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. അതാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്, GVHD. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും, ട്രാലിയും അതുപോലെ GVHDയും? ഓക്കെ, ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, ഈ ഫോർമുല നോക്കാം. എഴുതിയെടുത്തോളൂ കേട്ടോ, ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ട്രാലി, എക്സ്പാൻഡ് ട്രാലി എന്ന് ചോദിക്കാം, അതുപോലെ ഗ്രാഫ്റ്റ് വേഴ്സസ് എക്സ്പാൻഡ് GVHD എന്ന് ചോദിക്കാം. ഓക്കെ, അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാം. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ലെ, എത്ര പേർക്ക് ഇങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്തപ്പോൾ റിയാക്ഷൻസ് സംഭവിച്ചു, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. എത്ര പേർക്ക് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അതില് എത്ര പേർക്കാണ് ഇങ്ങനെ റിയാക്ഷൻസ് സംഭവിക്കുന്നത് അല്ലെ, അതേ ഇൻറ്റു 100. കിട്ടിയോ? എളുപ്പല്ലേ ഫോർമുല? ഇമ്പോർട്ടന്റ് ആണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ ചെയ്തപ്പോൾ എത്ര പേർക്കാണ് റിയാക്ഷൻ സംഭവിച്ചത് ഡിവൈഡഡ് ബൈ എത്ര പേർക്കാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടുള്ളത് ഇൻറ്റു 100. ഓക്കെ, ഇനി നെക്സ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല്? മോർട്ടാലിറ്റി എന്താണ്? മരണനിരക്ക് അല്ലെ, ഡെത്ത് റേറ്റ്. നമ്മളിപ്പോ ICUല് അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ കിടത്താല്ലേ ആളുകളെ, പെട്ടെന്ന് അവര് ചിലപ്പോൾ മരിക്കാറുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാതെ മരിക്കാം. ഇപ്പൊ ചിലപ്പോ ICUല് വരെ സീരിയസ് ആയിട്ട് പേഷ്യൻസുകൾ കിടക്കുമ്പോൾ നമുക്ക് തോന്നാം കുറച്ചു നാളും കൂടി ഉണ്ടാവുള്ളൂ എന്നുള്ളത് അല്ലേ, അങ്ങനെ സംഭവിക്കാം. അങ്ങനെയും പേഷ്യൻസ് മരിക്കാം. അങ്ങനെയുള്ളവരുടെ മോർട്ടാലിറ്റി റേറ്റ് ആണ് നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ is the ratio of the perceived and actual mortality and the anticipated mortality for a specific time period. Formula നോക്കിയേ. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് ആക്ച്വൽ ആയിട്ടല്ലേ. ഇപ്പൊ ആക്ച്വൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ ICUലൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അത് നമുക്കറിയാം അല്ലെ, ഇവര് മരിക്കും, കുറച്ചു നാൾ കഴിയുമ്പോൾ മരിക്കും, എന്തായാലും സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആക്ച്വൽ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ, പെർസീവ്ഡ് എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിലാണ് കേട്ടോ. യഥാർത്ഥത്തിൽ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി, യഥാർത്ഥത്തില് മരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ICUലൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവര് കുറച്ചു നാളും കൂടി ഉണ്ടാവുള്ളൂ മരിക്കാം എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ഫോർ സ്പെസിഫിക് ടൈം പീരീഡ്. ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള മരണം അല്ലെ, ആണോ? പ്രതീക്ഷിക്കുന്നത്. ചില ആളുകളെയൊക്കെ നമ്മൾ വെന്റിലേറ്റർ കിടത്താറുണ്ടോ അല്ലെ? ചില ആളുകളെയൊക്കെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണ്, വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമുക്കറിയാം കുറച്ചു നാളും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് എന്താണ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആളുകള് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള മരണങ്ങൾക്ക് അതാണ് ആന്റിസിപ്പേറ്റഡ്, പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ പെർസീവ്ഡ് ആൻഡ് ആന്റിസിപ്പേറ്റഡ് അർത്ഥം? പെർസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന, പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള മരണങ്ങള്. ഓക്കെ, ഫോർമുല നോക്കിയേ.
ആക്ച്വൽ ഡെത്ത് ഇൻ ICU, യഥാർത്ഥത്തിൽ മരിക്കുന്ന സീരിയസ് ആയിട്ട് കിടക്കുന്ന ആളുകളൊക്കെ മരിക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള മരണനിരക്ക് അതാണ് ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU. എന്താണ് പ്രതീക്ഷിക്കുന്ന, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മരണങ്ങള് ഇൻറ്റു 100. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. യഥാർത്ഥത്തിൽ മരിക്കുന്നവരുടെ എണ്ണം, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളവരുടെ മരണനിരക്ക്. ഓക്കെ, ക്ലിയർ ആയോ? ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ predicted death in ICU into 100. Standardized mortality ratio for ICU important ആണ് ട്ടോ. അതും മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് പഠിച്ചത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പറഞ്ഞത് ട്ടോ. 7th one ഇമ്പോർട്ടന്റ് ആണ്, 9th one ഇമ്പോർട്ടന്റ് ആണ്, 10th one ഇമ്പോർട്ടന്റ് ആണ്. Okay. Next ആണ് return to the emergency department within 72 hours with similar presenting complaints. Okay. 11th one പറയട്ടെ മിസ്. ഓക്കെ ആണോ? 10th വരെയും 11th one നോക്കിയേ. 72 ഹവേഴ്സിനുള്ളില് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന പേഷ്യൻസിന്റെ എണ്ണം സെയിം ആയിട്ടുള്ള കാരണങ്ങളാല് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, 72 ഹവേഴ്സിനുള്ളില് തിരിച്ചു വന്നതായിട്ടുള്ള പേഷ്യൻസിന്റെ റേറ്റ് അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയാലോ കാഷ്വാലിറ്റി ആണ് അല്ലെ. അപ്പൊ കാഷ്വാലിറ്റിയിലോട്ട് എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു പേഷ്യന്റ് വന്നു, അപ്പൊ അയാൾക്ക് ഭയങ്കര വയറുവേദന ഡോക്ടറെ കാണിച്ചു. കാഷ്വാലിറ്റിയിലോട്ട് വന്നു, മരുന്ന് ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് കൊടുത്തു. കുറച്ചു നേരം ഒബ്സർവേഷനിലൊക്കെ ഇരുന്ന് വയറുവേദന കുറഞ്ഞു, അയാളെ വീട്ടിലേക്ക് വിട്ടു. അതിനുശേഷം 72 മണിക്കൂറിന് ഉള്ളില് അദ്ദേഹം വീണ്ടും കാഷ്വാലിറ്റിയിലോട്ട് വന്നു. അപ്പൊ എന്താണ് കാഷ്വാലിറ്റിയിലോട്ട് 72 മണിക്കൂറിനുള്ളിൽ വന്നവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർക്കാം കേട്ടോ. 72 മണിക്കൂറിനുള്ളിൽ ആ പേഷ്യന്റ് വീണ്ടും തിരിച്ചു വന്നു. എന്തായിട്ടാണ്? സെയിം റീസൺ. ഓക്കെ, സെയിം റീസൺ ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, കാര്യം പിടികിട്ടി? അതിന് പിടികിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ആദ്യം വയറുവേദനയായിട്ട് ഒരു പേഷ്യന്റ് വന്നു, ഡോക്ടറെ കണ്ട് മരുന്ന് കൊടുത്തു, വീട്ടിലേക്ക് പോയി. പിന്നീട് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. എന്തായിട്ട്? വീണ്ടും വയറുവേദനയായിട്ട്, ആ സെയിം റീസൺ ആയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 72 മണിക്കൂറിനുള്ളിൽ ആ സെയിം റീസൺ ആയിട്ട് തിരിച്ചു വന്നവരുടെ, കാഷ്വാലിറ്റിയിലേക്ക് തിരിച്ചു വന്നവരുടെ റേറ്റ്. ഓക്കെ, നോക്കിയേ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിട്ടേൺസ് ടു എമർജൻസി വിത്തിൻ 72 hours with similar presenting complaints divided by number of patients who have come to the emergency into 100. മനസ്സിലായോ? 72 മണിക്കൂറിനുള്ളില് സെയിം റീസൺ ആയിട്ട്, സിമിലർ അല്ലെ, സെയിം റീസൺ ആയിട്ട് തിരിച്ചു വന്നവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേഴ്സൺസ് അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്നത്, അതേ ഇൻറ്റു 100. ക്ലിയർ ആയോ? 72 മണിക്കൂറിനുള്ളിൽ സെയിം റീസൺ ആയിട്ട് വന്നവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേഴ്സൺസ് ആണ് അല്ലെങ്കിൽ എത്ര പേഷ്യന്റ് ആണ് എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നിരിക്കുന്നത്, അതേ ഇൻറ്റു
100. ഇപ്പൊ നമുക്ക് ആ റേറ്റ് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണ്? ഒന്ന് വായിച്ചു നോക്കിയേ. 10th and 11th ഒന്നും ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? 11 വരെയുള്ള ഫോർമുലാസ്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. Incidence of hospital associated pressure ulcers after admission. എന്താണ് ഈ pressure ulcers is localized injury to the skin and or underlying tissues normally over the bony prominence as a result of pressure or pressure in consolidation with shear and or frictions. എന്താണ് നമ്മളിവിടെ കിടപ്പൊക്കെ കിടക്കുന്ന രോഗികളൊക്കെ ഉണ്ടാവില്ലേ? പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്രണങ്ങള്. അൾസേഴ്സ് എന്ന് പറഞ്ഞാല് വ്രണങ്ങൾ കേട്ടാ. ഇങ്ങനെ കിടപ്പ് കിടക്കുമ്പോ ഈ പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാല് സ്കിന്നിൽ വരുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്രണങ്ങൾ സംഭവിക്കുന്നത്? അവർ കിടപ്പ് കിടക്കുമ്പോ കൂടുതലായിട്ട് നമ്മുടെ പുറത്ത് എല്ലുകളൊക്കെ ബോൺലി പ്രോമിനൻസ് ആസ് എ റിസൾട്ട് ഓഫ് പ്രഷർ എന്നാ പറയുന്നത് അല്ലെ. അപ്പോ എല്ലുകൾക്ക് കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട് കിടക്കുന്നത് കൊണ്ടാവാം. അപ്പൊ എന്താണ് അവിടെ വ്രണങ്ങൾ സംഭവിക്കാം. അതുപോലെ എന്തെങ്കിലും ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊക്കെ മുറിഞ്ഞതാവാം. ചിലപ്പോ വല്ല നമ്മള് കത്രികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിങ്ങനെ മുറിയില്ലേ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ കിടക്കുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് മുറിഞ്ഞതാവാം. അല്ലെങ്കിൽ എന്താണ് ഫ്രിക്ഷൻസ് എന്ന് പറഞ്ഞാല് ഉരയൽ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ പൊരഞ്ഞിട്ട് തുണി തന്നെ നമ്മള് ചരിഞ്ഞ് മറന്നൊക്കെ കിടക്കുമ്പോ എന്താണ് തുണി കൊണ്ട് തന്നെ കിടന്ന് നമ്മുടെ അലക്കൂലേ നമ്മുടെ ബോഡിയില്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ഉരഞ്ഞത് എന്തെങ്കിലും കൊണ്ട് ഉരഞ്ഞതാവാം. ഓക്കെ, അങ്ങനെ വ്രണങ്ങൾ സംഭവിക്കുമ്പോ അങ്ങനെ ഏതൊക്കെ പേഷ്യൻസിനാണ് ഇങ്ങനെ പ്രഷർ അൾസേഴ്സ് ഉണ്ടായിരുന്നത്? അഡ്മിഷന് ശേഷം അല്ലെ, നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം ഇത്ര രോഗികൾക്ക് ഇങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് ഉണ്ടായി, വ്രണങ്ങൾ ഉണ്ടായി. അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ?
പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാല് വ്രണങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് who developed new or worsening of pressure ulcer divided by total number of patients day into 1000. ഓക്കെ, അവിടെ 2 ഓർ കൊടുത്തിട്ടുണ്ട്, മാറിപ്പോവരുത്. എന്താണ് ഇത്? ഒറ്റ ലൈനാണ് കേട്ടോ. ഇവിടെ വരുന്നത് ഒറ്റ ലൈനാണ്. നമ്പർ ഓഫ് പേഷ്യൻസ് who developed new അല്ലെങ്കിൽ എന്താണ് worsening of pressure ulcer കേട്ടോ. ഒറ്റ ലൈനാണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിൽ പുതിയതായിട്ട് പ്രഷർ അൾസേഴ്സ് ഉണ്ടായവർ, അതാണ് നമ്പർ ഓഫ് പേഷ്യൻസ് who developed new. പുതിയതായിട്ട് വന്ന പേഷ്യൻസില് പ്രഷർ അൾസർ ഉണ്ടായവർ, അല്ലെങ്കിൽ എന്താണ് worsening എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായ, worsening, ഓക്കെ, മോശമായ ഓഫ് പ്രഷർ അൾസർ, അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അത് മോശമായിട്ടുണ്ട്, അല്ലെ, കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ പ്രഷർ അൾസേഴ്സ് ഉണ്ടാവും, അത് കൂടുതൽ ഇങ്ങനെ കിടക്കുമ്പോൾ കൂടുതൽ അത് വലുതാവും. ഓക്കെ, അപ്പൊ കൂടുതൽ പോസിറ്റീവ് സംഭവിച്ചത് എത്ര പേർക്കാണ്? ക്ലിയർ ആയോ? ഫസ്റ്റ് ലൈൻ പുതിയതായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിൽ പുതിയതായിട്ട് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അത് കൂടുതലായിട്ടുണ്ട്. അവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് ആണ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്, അവരുടെ ടോട്ടൽ എണ്ണം ഇൻടു 1000. കിട്ടിയോ? വായിച്ചു നോക്കിയൊന്ന്. ഓക്കെ, ക്ലിയർ ആണോ? ഈ നെക്സ്റ്റ് ആണ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? ചില ആളുകൾക്ക് യൂറിൻ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, അവർക്ക് എന്ത് ചെയ്യും? ട്യൂബ് ഇടാറുണ്ട് ഇല്ലേ? ഉണ്ടാവുമല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളില്. ഓക്കെ, ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടാവും നമ്മുടെ ക്ലാസ്സില് യൂറിൻ പോകാനായിട്ട് ബുദ്ധിമുട്ട്? ഓക്കെ, സാജിറ. ഓക്കെ, എന്താ സംഭവിച്ചത് സാജിറ? ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്ത് കൊടുക്കോ? എല്ലാവർക്കും ചിലപ്പോ മനസ്സിലാക്കാറുണ്ടാവും ചിലപ്പോ നമ്മുടെ ക്ലാസ്സിൽ. അറിയാന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, ഇപ്പൊ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ ഇങ്ങനെയുള്ള ട്യൂബ്, കത്തീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, സ്മോൾ ടൈനി ട്യൂബ് ആണ് കേട്ടോ. അപ്പൊ അതിന് ചെയ്യുന്നുണ്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് എളുപ്പമാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കത്തീറ്റർ ഇടുമ്പോ ഇൻഫെക്ഷൻസ് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ട്യൂബ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കത്തീറ്റർ ഇടുമ്പോ, അങ്ങനെയുള്ള ട്യൂബുകൾ ഇടുമ്പോ ഇൻഫെക്ഷൻസ് ചില ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. അവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. Number of urinary catheter associated UTIs
in a month divided by number of urinary catheter days in that month into 1000. ഒരു മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായ പേഷ്യൻസിന്റെ എണ്ണം. ഒരു മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായ പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഒരു മാസത്തില് എത്ര ആളുകൾക്ക് ഈ കത്തീറ്റർ യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് കിട്ടും അല്ലെ? കുറെ ആളുകൾക്ക് ഇപ്പൊ ഒരു 10 ആളുകൾക്ക് എന്താണ് ഈ ട്യൂബ് ഇട്ടിട്ടുണ്ട്. 10 ആളുകൾക്ക് ഇട്ടു, അതിൽ 2 ആളുകൾക്കാണ് ഇൻഫെക്ഷൻ വന്നത്. അതെങ്ങനെയാണ്? എത്ര പേർക്ക് എന്താണ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 10 ആളുകൾക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ 2 ആളുകൾക്കാണ് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കണ്ടുപിടിക്കാം? 2 divided by 10 into 1000 ആണോ? വെരി ഗുഡ്. കിട്ടിയോ? മനസ്സിലായില്ലേ ഫോർമുല? വായിച്ചു നോക്കിയേ. കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേർക്കാണ് ന്യൂമോണിയ വന്നിരിക്കുന്നത്? ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് into 1000. അപ്പൊ എന്താണ്? നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് അല്ലെ? എന്താണ്? ഒരു മാസത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേർക്കാണ് ന്യൂമോണിയ വന്നിരിക്കുന്നത്? എല്ലാവർക്കും വരുമോ? വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വരണമെന്നില്ലല്ലേ? കുറച്ച് ആളുകൾക്കാണ് ന്യൂമോണിയ വരാറ്. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേർക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്? അതേ ഡിവൈഡഡ് ബൈ എത്ര പേരാണ് വെന്റിലേറ്റർ ആ മന്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതേ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്നവരുടെ റേറ്റ് കിട്ടും. മനസ്സിലായോ? വെന്റിലേറ്റർ ഉപയോഗിച്ച അവരുടെ ടോട്ടൽ എണ്ണം നമുക്ക് അതിൽ നിന്ന് എന്താണ് വെന്റിലേറ്റർ ഉപയോഗിച്ചവരുടെ ന്യൂമോണിയ അല്ലെ ഉപയോഗിച്ചിട്ട് ന്യൂമോണിയ വന്നവരുടെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫോർമുല വരുന്നത്? ആദ്യം വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ട് ന്യൂമോണിയ വന്നവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പേര് ആ മാസത്തില് വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, അതേ ഇൻറ്റു 1000 കേട്ടോ. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് കിട്ടും. ക്ലിയർ ആയോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ വെന്റിലേറ്ററിന്റെ 14ാമത്തെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത്ര വരെ എടുത്തതില് 14 ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 10, 9, 7 ട്ടോ. 7 7, 9, 10, 14. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത്ര വരെ നോക്കി പഠിച്ചിട്ട് വരാട്ടോ. ബുധനാഴ്ച വരുമ്പോ വായിച്ചിട്ട് വരണം.